ഹലോ കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പപ്പടം വെച്ച് അടിപൊളി ഒരു പപ്പടത്തോരൻ ഉണ്ടാക്കിയാലോ? എങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു 10 പപ്പടം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ ഷേപ്പിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, കുറച്ച് തേങ്ങ, കരിവേപ്പില, ഉപ്പ്, 5-6 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്. ഇനി നമുക്ക് അടുപ്പ് എത്തിച്ച് പാൻ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെക്കേ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേ. എണ്ണ നല്ലതുപോലെ നമ്മുടെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് പപ്പടം കുറേശ്ശെ ഇട്ട് കൊടുക്കേ. എന്നിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കേ. ഇനി നമുക്കിത് വറുത്തത് കോരിയെടുക്കേ. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയിരിക്കുന്ന പപ്പടം കൂടെ വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മൾ ഇതാണ്ട് പപ്പടം എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ, ഞാൻ വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പപ്പടം കാച്ചിയ എണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വെക്കേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നല്ലതൊന്ന് മൊരിഞ്ഞു വരട്ടെ. അങ്ങനെ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. എന്നിട്ടേ എന്നിട്ട് നമ്മൾ തേങ്ങയും കൂടെ ഒന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പപ്പടത്തിന് ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടവും ഇട്ട് കൊടുക്കാം. കുറേച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങയും അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ടേ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ടേ. പപ്പടം വെച്ച് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാറി സിസ്റ്റേഴ്സ്.